ധന്യ, ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴേ നമ്മുടെ റിനി ആൻഡ് ജോർജ് ഇപ്പോൾ ഒരു വാർത്താ താരമാണല്ലോ, നമ്മുടെ രാഹുൽ മാങ്കൂട്ടൻ. അപ്പോൾ അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ട് ഇട്ടേക്കുന്നത് ഇവര് ഈ സൈബർ ബുള്ളിങ്ങിനെതിരെ പരാതി കൊടുത്തു. വിവിധ ചാനലുകൾ ആ വാർത്ത കൊടുത്തതിൻ്റെ ഗ്രാഫിക്സ് കാർഡുകളുണ്ടല്ലോ, അതൊക്കെ എടുത്തു വെച്ച് അങ്ങ് സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അപ്പോൾ റിനി ആൻഡ് ജോർജ് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞതുപോലെ അംഗവും കാണാൻ താളി ഓടിക്കാം, ഒരു പരാതിയും കൊടുത്തു, അത്യാവശ്യം മീഡിയ പബ്ലിസിറ്റിയും കിട്ടി. ഏതായാലും പരാതി കൊടുത്തു എന്നുള്ളത് ഗൗരവമുള്ള സംഗതി തന്നെയാണ്. എന്താണ് ഇത്തരത്തിൽ ഇപ്പോൾ പിന്നെ രാഹുൽ ഈശ്വർ, അതേപോലെ യൂട്യൂബ് ചാനൽ മറുനാടൻ മലയാളി യൂട്യൂബ് ചാനൽ, ഷാജൻ സ്കറിയ, ഇവരുടെയൊക്കെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പരാതി കൊടുത്തേക്കുന്നത്. ഇത്തരത്തിൽ നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ച് വ്യക്തിപരമായി അദ്ദേഹത്തിനെതിരെ പരാതി കൊടുക്കാൻ തയ്യാറാകാതിരുന്ന റിനി അത് വാർത്ത കൊടുത്ത അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പൊതു ഇടത്തിൽ സംസാരിച്ചവർക്കെതിരെ പരാതി കൊടുക്കുന്നു. ഒരു വൈരുദ്ധ്യം ഉണ്ടാക്കാര്യത്തിൽ എന്താണ് സംഗതി? പ്രേംലാലേട്ടൻ പറഞ്ഞത് തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ആ വാർത്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. റിനിയെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, റിനി ഒരു മദർ തെരേസ ആകാനുള്ള ശ്രമത്തിലാണ്. അതായത് എന്താ പറയുക, ഞാൻ മാത്രമാണ് ശരി, ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ശരി, പക്ഷെ എന്നെ ആരും ചോദ്യം ചെയ്യരുത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെ എന്താ പറയുക, മോശം രീതിയിൽ എനിക്ക് മെസ്സേജുകൾ അയച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞിട്ടില്ല. ഹൂ കെയർസ് എന്ന് പറയുന്ന ഒരു യുവ നേതാവ് എന്നെ മോശമായി എനിക്ക് മെസ്സേജ് അയച്ചു. എന്നെ 5 സ്റ്റാർ ഹോട്ടലിലേക്ക് വിളിച്ചു. ഇതാണ് അവരുടെ പരാതി. ആ പരാതിക്ക് ആ ഒരു മോശപ്പെട്ട കാര്യത്തിന് പരാതി കൊടുക്കാൻ തയ്യാറാകാത്തവർ അതിനെ വാർത്തയാക്കിയ ചാനലുകൾക്കെതിരെ, ഇപ്പൊ എല്ലാ ചാനലുകളും റിനി ആൻഡ് ജോർജിന് അനുകൂലമായി സംസാരിക്കുമെന്ന് റിനി വിചാരിച്ചോ? അതെവിടുത്തെ ന്യായമാണ്? ഓരോ ചാനലിനും ഓരോ നിലപാടുകൾ ഉണ്ടാകും. എല്ലാവരും റിനി വാഴ്ത്തപ്പെട്ടവളാണ് എന്നാക്കാൻ സാധിക്കില്ല. റിനി വാഴ്ത്തപ്പെട്ടവളാണ്, റിനി മദർ തെരേസയാണ്, റിനി പറയുന്നത് മാത്രമാണ് ശരി എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ചാനലുകളും രംഗത്തിറങ്ങില്ല. രണ്ട് കൈ കൊട്ടിയാലേ സൗണ്ട് ഉണ്ടാവുള്ളൂ എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് രണ്ട് ഭാഗവും കേട്ടുകൊണ്ട് തന്നെയാണ് മിക്ക ചാനലുകളും മുന്നോട്ട് പോകുന്നത്. ഞാൻ അക്കാര്യത്തിൽ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ ആരോപണം ഉന്നയിച്ചു എന്ന് ആ ഒരു വാർത്ത വന്നു. റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന യുവനടി ആരോപണം ഉന്നയിച്ചു. ഈ ആരോപണം ഉന്നയിച്ചു എന്ന ആ വാർത്ത വരുന്നതിന് മുൻപ് റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന യുവനടിയെ തന്നെ അറിയാമായിരുന്നു? എനിക്കറിയില്ലായിരുന്നു. ഇങ്ങനെ ഒരാള് മാധ്യമ പ്രവർത്തന രംഗത്തുണ്ടെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഇപ്പൊ അറിയാമോ? ഇപ്പൊ അറിയാം. ഇതാണ് ഇതിന്റെയൊക്കെ ഒരു അടിസ്ഥാന പ്രശ്നം. അതെ, സെലിബ്രിറ്റി സ്റ്റാറ്റസ് അവർ ഉദ്ദേശിച്ചിട്ടുണ്ട്. അവരിനി ആർക്കെതിരെ പരാതി കൊടുത്താലും ആ പരാതിയൊക്കെ എന്താ പറയുക, നേരിടാൻ ധൈര്യവും തയ്യാറെടുപ്പും ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്കുണ്ട് എന്നുള്ളത് വിശ്വസിക്കുന്നുണ്ട്. അവർ ഇനി ലിങ്ക് അടക്കം, അവർ പേര് നൽകി ലിങ്ക് അടക്കം കൊടുത്തു എന്നൊക്കെ പറയുന്നു. ഈ റിനിയോടാണ് ചോദ്യം. നിങ്ങൾ ലിങ്ക് അടക്കം കൊടുത്തു, നിങ്ങൾ പേരുകൾ കൊടുത്തു, നിങ്ങളെ സൈബർ അറ്റാക്ക് ഉണ്ടാക്കുന്നു. ശരിയാണ്, നിങ്ങൾ ഇടുന്ന വീഡിയോയ്ക്ക് താഴെ അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോയ്ക്ക് താഴെ പലരും വന്ന് പല മോശം കമന്റുകൾ ഇടുന്നു. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടല്ലേ നിങ്ങളൊരു യുവ നേതാവിനെതിരെ നിങ്ങൾ ശബ്ദമുയർത്തിയത്? ആ യുവ നേതാവിനെതിരെ എന്തുകൊണ്ടാണ് നിങ്ങൾ പരാതി കൊടുക്കാൻ ഭയന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ പരാതി കൊടുക്കാത്തത്? ഉപദേശിച്ച് നന്നാക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നിയത് കൊണ്ടാണ് നിങ്ങൾ പരാതി കൊടുക്കാത്തതെന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഈ യൂട്യൂബിൽ വീഡിയോ ഇടുന്നവരെയും ഈ കമന്റ് ഇടുന്നവരെയൊക്കെ ഉപദേശിച്ച് നന്നാക്കാൻ റിനിയെ കൊണ്ട് കഴിയില്ലേ? ഇപ്പോ ഒരു കോൺഗ്രസിലെ യുവ നേതാവ് അത് രാഹുൽ മാങ്കൂട്ടമാണെന്ന് പിന്നെ മാധ്യമങ്ങൾ ഹൂ കെയേഴ്സ് ആ ഒരു വാക്ക് പറഞ്ഞ ഏക നേതാവ് കേരളത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ്. കെ മുരളീധരൻ ആ സമയത്ത് ഒരു പ്രസ്താവന നടത്തി. അതായത് ഈ കൊമ്പുണ്ട്, തുമ്പിക്കൈയുണ്ട്, വാലുണ്ട്, കാലുണ്ട് എന്നൊക്കെ പറഞ്ഞ ആനയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. പക്ഷെ അങ്ങനെ പരാതിപ്പെടുന്നവർ ആ പേര് കൃത്യം പറഞ്ഞ് പരാതി കൊടുക്കൂ എന്നുള്ളതാണ് കെ മുരളീധരൻ അപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഈ ഹൂ കെയേഴ്സ് എന്ന് പറയുമ്പോൾ കവി ഉദ്ദേശിച്ചത് ആരാണെന്നുള്ളത് എല്ലാവർക്കും ബോധ്യമായെന്ന് കെ മുരളീധരൻ പോലുള്ള സീനിയർ കോൺഗ്രസ് നേതാക്കൾ പോലും സമ്മതിച്ച കാര്യമാണ്. അപ്പൊ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറയാതിരിക്കുന്നതിൽ വലിയ കാര്യമൊന്നും ഇല്ല. പേര് പറയാതിരിക്കുന്നതിൽ കാര്യമില്ല. അത് മാത്രമല്ല, എന്തുകൊണ്ടാണ് ഇത്രയും പിണറായി വിജയന്റെ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയന് പരാതി കൊടുക്കാൻ, അതും തന്റെ വാർത്തകൾ ചെയ്തു എന്ന് പറഞ്ഞ് പരാതി കൊടുക്കാൻ മുന്നിട്ടിറങ്ങിയ റിനി ആൻഡ് ജോർജിന് എന്തുകൊണ്ടാണ് ഈ പരാതി യുവ നേതാവിനെതിരെയുള്ള പരാതി? അത് ചില്ലറ പരാതിയൊന്നും അല്ലല്ലോ പ്രേംലാലേട്ടാ. 5 സ്റ്റാർ ഹോട്ടലിൽ കിടക്കാൻ വിളിച്ചു എന്നുള്ളത് ഒരു ചെറിയ പരാതിയൊന്നും അല്ലല്ലോ. തന്റെ അനുവാദമില്ലാതെ ഒരു യുവ നേതാവ് തന്നെ ഹോട്ടലിലേക്ക് കിടക്കാൻ വിളിച്ചു. ഇതിലും വലുതൊന്നും അല്ലല്ലോ റിനിയെ കുറിച്ച് സൈബർ ബുള്ളിംഗ് ഇടങ്ങളിൽ പറയുന്നത്. റിനിയുടെ പരാതി അതിലുള്ളത് റിനിയുടെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്തു ഈ മാധ്യമങ്ങൾ. അവിടെയാണ് ഈ പ്രശ്നം.
മറ്റേത് ഇത് റിനി ആ കാര്യത്തിൽ പരാതി കൊടുക്കുകയില്ല എന്നുള്ളത് അവരുടെ വ്യക്തിപരമായ കാര്യം. അല്ല, എന്തുദ്ദേശം? അതായത് അവർ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പരോക്ഷമായി പരാമർശിച്ചുകൊണ്ട് ഇക്കാര്യം വെളിപ്പെടുത്തിയത് അവര് ഒരു വാർത്താതാരമായി സ്വയം മാറുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി അവർ നടത്തിയ ഒരു പ്രതികരണമാണ്. അപ്പോൾ ആ റിനി ആൻഡ് ജോർജിനെ ആ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ടാണ് ഈ പറയുന്ന വ്യക്തികൾ, ഇപ്പോൾ രാഹുൽ ഈശ്വർ ആയാലും ശരി, ഷാജൻ സ്കറിയ ആയാലും ശരി, ആ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ സംസാരിച്ചത്. അപ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നത്. അല്ല, രാഹുൽ ഈശ്വർ ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ റിനിക്കെതിരെ ഹൈക്കോടതിയിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ആണുങ്ങളും ഇത്തരത്തിൽ ചൂഷണം ചെയ്യപ്പെടരുത്. കാരണം ഒരു പെണ്ണ് വന്ന് പറയുകയാണ്, എന്നെ ഒരു യുവ നേതാവ് എന്നെ ഇത്തരത്തിൽ എന്താ പറയുക, എനിക്ക് മോശം മെസ്സേജുകൾ അയച്ചു, എന്നെ അപ്പോൾ ഞാൻ ഉപദേശിച്ച് നന്നാക്കാൻ നോക്കി, എന്നിട്ടും നടക്കാതെ വന്നപ്പോഴാണ് ഞാനിത് പുറത്തു പറഞ്ഞത്. എന്നെ വലിയ ഹോട്ടലുകളിൽ കിടക്ക പങ്കിടാൻ വിളിച്ചു, അപ്പോഴും ഞാൻ അയാൾ ഉപദേശിച്ച് നന്നാക്കാൻ നോക്കി, എന്നിട്ടും നടക്കാതെ വന്നപ്പോഴാണ്. റിനി എന്താണ് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞത്? റിനി ആ നേതാവിന്റെ പേര് പറഞ്ഞിട്ടുണ്ടോ? ആ ചാറ്റുകൾ പുറത്തു വിട്ടിട്ടുണ്ടോ? റിനി ആ പറഞ്ഞ ആ സമയം എപ്പോഴാണെന്നോ ആ പറഞ്ഞ ആൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നുവെന്നോ എന്തെങ്കിലും റിനി പുറത്തു വിട്ടിട്ടുണ്ടോ? ഇതൊന്നും പുറത്തുവിടാതെ ഒരു സമയത്ത് റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ, ഞാൻ മാധ്യമ രംഗത്ത് പോലും ഞാൻ അവരെ കണ്ടിട്ടില്ല, സത്യസന്ധമായി പറയുകയാണ്, മാധ്യമ രംഗത്ത് പോലും ഞാൻ അവരെ കണ്ടിട്ടില്ല. അവര് വന്ന് പറയുകയാണ്, ഒരു ചാനലിൽ പറയുകയാണ്, ഒരു യുവ നേതാവ് എനിക്ക് മോശമായി മെസ്സേജ് അയച്ചു. കുറച്ച് നാളുകൾക്ക് മുൻപ് ഈ യുവ നേതാവിനെതിരെ ഒരു മാധ്യമ പ്രവർത്തകയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. അത് പിന്നീട് ചെറുതായി ഒന്ന് കെട്ടടങ്ങി വന്നപ്പോഴാണ് ഈ പുതിയ റിനിയുടെ ഉദയം എന്ന് പറയുന്നത്. റിനി ഉദിച്ച് ഇങ്ങനെ നിന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ ചെന്ന് നിന്ന് എനിക്കിങ്ങനെ ഉണ്ടായി, പക്ഷെ എൻ്റെ പരാതിയില്ല, എൻ്റെ തെളിവുകളില്ല, എനിക്ക് പരാതിയില്ല, എനിക്ക് തെളിവുകളില്ല, ഞാൻ ഈ പറയുന്നതൊക്കെ വെള്ളം തൊടാതെ കേരളത്തിലെ ജനങ്ങൾ അങ്ങ് വിഴുങ്ങിക്കൊള്ളണം, എന്നിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ വാഴ്ത്തണം. റിനി ഇങ്ങനെ പറഞ്ഞു, റിനി പറഞ്ഞതാണ് ശരി, റിനിയെ പോലൊരു മികച്ച നടി കേരളത്തിലുണ്ടോ, റിനിയെ പോലുള്ള ഒരു മികച്ച മാധ്യമ പ്രവർത്തക കേരളത്തിൽ, റിനിക്ക് ഇനിയും സിനിമകൾ കിട്ടണം, റിനി എല്ലാ സംവിധായകരുടെയും ഫോക്കസ് ആകണം. എന്താ റിനി ഇപ്പൊ പറയുന്നു, എൻ്റെ കൂടെയുള്ള എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളായ സിനിമാ താരങ്ങളെ പോലും ഇതിലേക്ക് വലിച്ചിഴച്ചു. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ തെറ്റിയായ റിനിയല്ലേ? പേര് പറയാതെ ചാനലുകൾ ഉണ്ടാക്കിയെടുത്ത പേരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പൊ റിനി ഇട്ടുകൊടുത്തതല്ലേ അവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ വലിച്ചിഴക്കാനായിട്ട്? റിനി ആ പേര് പറഞ്ഞു എങ്കിൽ ശരി, അത് ഫോക്കസ് ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തെയാണ് എന്നുദ്ദേശിക്കാം. റിനി അത്തരത്തിലൊരു പേര് പറയാതെ ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞു മാത്രം ഒരാളെ ഇതിലേക്ക് വലിച്ചിട്ടതല്ലേ? ഇതിന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മറ്റൊരു തെളിവുകളും ഇല്ല. അല്ല, ഈ കേസിൽ വേണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വേണമെങ്കിൽ റിനിക്കെതിരെ പരാതി കൊടുക്കാം. തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ റിനിക്കെതിരെ നിങ്ങൾ പെണ്ണ് പിടിച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ സമ്മതമില്ലാതെ നിങ്ങൾ സ്ത്രീകളെ ഉപദ്രവിച്ചിട്ടുണ്ട് എങ്കിൽ, സ്ത്രീകൾക്ക് അനാവശ്യ മെസ്സേജുകൾ അയച്ചിട്ടുണ്ടെങ്കിൽ, സ്ത്രീകളുമായി അവരുടെ സമ്മതമില്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവരുടെ സമ്മതമില്ലാതെ ഗർഭചിത്രം അശാസ്ത്രീയമായി നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ പരാതി എടുക്കണം. നിങ്ങൾ തെറ്റുകാരൻ തന്നെയാണ്. അല്ലാത്ത പക്ഷം ഇതൊക്കെ അവരുടെ സമ്മതത്തോടെയാണ് എന്ന് പൂർണ്ണ ബോധ്യവും തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റിനിക്കെതിരെ പരാതി നൽകുക തന്നെ വേണം. അതിൽ ഇനി ഒരു സംശയം, നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടെങ്കിൽ അത് രണ്ടുപേരുടെയും കൂടി അറിവോടെയാണ് ആ തെറ്റെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിനിക്കെതിരെ നിങ്ങൾ പരാതി കൊടുക്കുക തന്നെ വേണം. റിനിക്കെതിരെ പരാതി കൊടുക്കേണ്ട അടിസ്ഥാനം അതല്ല. കാര്യം റിനി ഇത്തരത്തിലൊരു ആക്ഷേപം ഉന്നയിച്ചു, അത് ചാനലുകൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേര് പറഞ്ഞ് ചിത്രീകരിച്ചു. അപ്പോൾ ഈ കാര്യത്തിൽ എനിക്ക് മാനഹാനി ഉണ്ടായി എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിലിന് വേണമെങ്കിൽ പരാതി കൊടുക്കാം. ഈ മറ്റു കാര്യങ്ങൾ അതിലേക്ക് കൊണ്ടുവരാതെ തന്നെ, കാര്യം വ്യക്തി അധിക്ഷേപം എന്ന നിലയിൽ വേണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് റിനിക്കെതിരെ നീങ്ങാവുന്നതാണ്. അതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രത്തോളം തയ്യാറാകുമോ എന്നുള്ള കാര്യത്തിലാണ് എനിക്ക് സംശയം. അല്ല, എനിക്ക് റിനിയുടെ ഈ വാഴ്ത്തപ്പെട്ടവളാവാൻ റിനി ശ്രമിക്കുമ്പോഴാണ് ഇനി നമ്മുടെ മാർപ്പാപ്പയൊക്കെ റിനിയെ വാഴ്ത്തപ്പെട്ടവളാക്കുമോ എന്നുള്ളതാണ് എൻ്റെ സംശയം. കാരണം റിനിക്കെതിരെ മോശം മെസ്സേജ് അയച്ചവർക്കെതിരെ പരാതി കൊടുക്കുന്നില്ല, റിനിയെ മോശം സാഹചര്യത്തിൽ വിളിച്ചവർക്കെതിരെ പരാതി കൊടുക്കുന്നില്ല, വാർത്ത ചെയ്ത മാധ്യമങ്ങൾക്കെതിരെ പരാതി കൊടുക്കുന്നു. ഇത് എവിടത്തെ ന്യായമാണ്? റിനി, നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നല്ല നടിയാകും, നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മികച്ച മാധ്യമ പ്രവർത്തകയാകും. നിങ്ങളുടെ കഴിവിൽ ആദ്യം നിങ്ങൾ വിശ്വസിക്കൂ, ബാക്കിയുള്ളതെല്ലാം താനേ വന്നോളൂ.